ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് കുക്കറിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ബീഫ് ബിരിയാണിയുടെ റെസിപ്പി ആയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 5 സവാള ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 3 വിസിൽ ഇട്ടെടുക്കുക കുക്കറിൽ. അതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1.5 ടേബിൾ സ്പൂൺ പച്ചമുളക് പേസ്റ്റ്, പിന്നെ ഒരു 4 തക്കാളിയും അത് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ചെറുനാരങ്ങൻ്റെ നീരും പുതിനയും മല്ലിയിലും ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കലാണ്. അപ്പോൾ അതാ ബീഫ് ഒന്ന് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ കുറച്ച് വെള്ളം ഒന്ന് വറ്റിക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വറ്റിച്ചിട്ട് എടുക്കുന്നുണ്ട്. അതിനുശേഷം സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം ഒന്ന് വറുത്ത് കോരുന്നുണ്ട്. എന്നിട്ട് അതേ എണ്ണയിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഒരു സവാളയും ഒരു ക്യാരറ്റ് അരിഞ്ഞതും അതും കൂടി മിക്സ് ആക്കിയിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള അരി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഉപ്പും ഗരം മസാലകൾ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കുക. 1 കപ്പിന് 1.5 കപ്പ് ആ രീതിയിലാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുള്ളത്. പിന്നെ ഞാൻ ഇവിടെ എടുത്തത് ബീഫ് 1.5 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ റൈസ് റെഡിയാക്കിയിട്ട് എടുത്ത് എന്നിട്ട് ഇത് കുക്കറിൽ തന്നെ ദം ചെയ്തിട്ട് എടുക്കലാണ്. അപ്പോൾ ഇത് ഞാൻ 2 കുക്കറിലായിട്ടാണ് ഇട്ട് കൊടുക്കുന്നുണ്ടത്. അപ്പോൾ പകുതി മസാല ഞാൻ ഒരു കുക്കറിൻ്റെ അടിയിൽ ഇട്ട് കൊടുത്തിട്ട് അതിൽ പകുതി റൈസ് ഇട്ട് കൊടുത്തിട്ട് മുകളിൽ ഗരം മസാലയും ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും അതെല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലും പുതിനയിലും അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ദം ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. വിസിലിട്ടിട്ട് തന്നെ ദം ചെയ്തിട്ട് എടുത്തത്. അങ്ങനെ നല്ല ജ്യൂസി ആയിട്ടുള്ള ബീഫ് ബിരിയാണി റെഡിയായി. അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്യോ.